നിങ്ങളുടെ കുട്ടി വളരെ വികൃതിയുള്ള അക്രമവാസനയുള്ള ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയാണോ? എന്താണ് അതിന് കാരണം? ഇതിന്റെ ജ്യോതിഷ വശം എന്ത്? നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നവഗ്രഹ ആസ്ട്രോസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചില കുട്ടികളുടെ ജാതകത്തിൽ ചൊവ്വ വളരെ ബലവാനും ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായി കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ ആ ചൊവ്വാഗ്രഹത്തിൻ്റെ ബലാധിക്യം കാരണം ഇങ്ങനെയുള്ള കുട്ടികളിൽ അക്രമവാസനകളും വികൃതികളും കൂടുതലായിരിക്കും. ഇവർ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇതിന് എന്താണ് ശാശ്വതമായ പരിഹാരം? ഇങ്ങനെയുള്ള ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വസ്ഥമായിരുന്ന് പഠിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയോ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അവർ അതിന് തയ്യാറായില്ല. അപ്പോൾ ഇതിനുള്ളൊരു അനുകൂലമായ പരിഹാരമായി നമുക്ക് ചെയ്യിക്കാവുന്നത് ഇങ്ങനെയുള്ള കുട്ടികളുടെ എനർജി ലെവൽസ് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം കായിക പരിശീലനങ്ങളിലൂടെ, കായിക അഭ്യാസങ്ങളിലൂടെ, അതിൻ്റെ നിരന്തരമായ കഠിനമായ പരിശീലനങ്ങളിലൂടെ ഇവരുടെ എനർജി ലെവൽസ് കുറയ്ക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ പിന്നീട് ശാന്തരും സമാധാനപ്രിയരുമായി മാറുകയും പഠനത്തിൽ മിടുക്കരായി തീരുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കായിക രംഗങ്ങളിലേക്ക് തിരിച്ചുവിടുകയും അതോടൊപ്പം പോലീസ്, പട്ടാളം പോലെയുള്ള ജോലികൾ, സൈനിക സേവന മേഖലകളിൽ ജോലി തേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതും ഉത്തമമാണ്. ഇവർക്ക് പോലീസ് സൈനിക സേവന മേഖലകളിൽ ജോലി നേടാൻ ഇവർ ഉത്തമരായിരിക്കും. അതോടെ ഇവർക്ക് അവിടെ നന്നായി ശോഭിക്കുവാനും സാധിക്കും. പോലീസ്, പട്ടാളം പോലെയുള്ള സൈനിക സേവന മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ജാതകം പരിശോധിച്ചാൽ അതിൽ ചൊവ്വാഗ്രഹം വളരെ ബലവാനും അനുകൂലനുമായി നിൽക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ജാതകം പരിശോധിച്ചാലും ചൊവ്വാഗ്രഹം വളരെ ബലവാനും പ്രതികൂലരുമായി നിൽക്കുന്നതായും കണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ലെവൽസ് കായിക പരിശീലനങ്ങളിലൂടെയോ അഭ്യാസ പരിശീലനങ്ങളിലൂടെയോ നിരന്തരമായ പരിശീലനങ്ങളിലൂടെ കുറച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ നമുക്ക് ആ എനർജി ലെവൽസ് കുറയുകയും അവർ വളരെ ശാന്തരും സമാധാനപ്രിയരുമായി മാറുകയും അവർ നന്നായി പഠിക്കുകയും പഠിച്ചുമിടുക്കരാവുകയും ചെയ്യുന്നതാണ്. വളരെ ചെറുപ്പത്തിലെ അക്രമവാസന ഉണ്ടായിരിക്കുകയും വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു വിദ്യാർത്ഥി, ഒരു കുട്ടി ചെറുപ്പത്തിൽ തന്നെ കരാട്ടെ പരിശീലനത്തിൽ ഏർപ്പെടുകയും പിന്നീട് വന്നപ്പോൾ വളരെ മികച്ച ഒരു കരാട്ടെ പരിശീലനങ്ങളായി മാറിയ വ്യക്തിയെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ വളരെ ക്രിമിനലുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുമ്പോഴും അവർ വളരെ എനർജറ്റിക്കായ ഹൈപ്പർ ആക്റ്റീവായ കുട്ടികളായിരിക്കുകയും അവരെ വേണ്ട വിധത്തിൽ ശരിയായ വഴിയിലേക്ക് വഴിതിരിച്ചു വിടാനോ നേരായ മാർഗം കാണിച്ചു കൊടുക്കുവാനോ വേണ്ട സാഹചര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവരുടെ എനർജി ലെവൽസ് മറ്റുള്ളവരുടെ മേൽ പ്രയോഗിച്ച് അവർ അക്രമവാസനകൾ കാട്ടുകയും ക്രിമിനൽ പശ്ചാത്തലങ്ങളിലേക്ക് മാറ്റപ്പെടുകയും പിന്നീട് അവർ നിരന്തരമായി അതിലേക്ക് തന്നെ എത്തിച്ചേരുകയും അങ്ങനെ അവർ സമൂഹ ദ്രോഹികളും സാമൂഹിക പ്രശ്നമുള്ളവരുമായി മാറുകയും അവർ നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസിനുമൊക്കെ തലവേദനയായി മാറുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ ജാതകം കുട്ടിക്കാലത്ത് തന്നെ പരിശോധിച്ച് അതിൻ്റെ യഥാസ്ഥിതി മനസ്സിലാക്കി അവരെ നിരന്തരമായ കായിക അഭ്യാസ പരിശീലനങ്ങളിൽ ഏർപ്പെടുത്തുകയോ സ്പോർട്സ് ഗെയിംസ് രംഗങ്ങളിലേക്ക് പരിശീലനത്തിന് അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് വൻ വിജയങ്ങൾ നേടാൻ സാധ്യമാകും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഇത്തരം ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ് എങ്കിൽ അവരെ കായിക അഭ്യാസ കലാമേഖലകളിലേക്ക് അല്ലെങ്കിൽ സ്പോർട്സ് ഗെയിംസ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനത്തിന് അയക്കുക. അവർക്ക് വൻ വിജയം നേടാൻ സാധിക്കും. ഇപ്പോൾ വേണമെങ്കിൽ ഇവരെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് കുട്ടിയെ പരിശീലിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അക്രമവാസനകളും വികൃതികളും ഹൈപ്പർ ആക്റ്റീവ് ടെൻഡൻസിയും ഒക്കെ നമുക്ക് മാറ്റിയെടുത്ത് അവരെ മിടുക്കരാക്കി മാറ്റാൻ സാധിക്കും. ഇത്തരം ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള അവസ്ഥകൾക്ക് പൂജകളും വഴിപാടുകളും ഹോമങ്ങളും ഒന്നും വലിയ ഫലപ്രദമായി കണ്ടുവരുന്നില്ല. അതിന് ചിലപ്പോൾ ചില രത്നധാരണങ്ങൾ ഉത്തമമായ പരിഹാരമായി കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചൊവ്വാദോഷത്തെ പറ്റി മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കൂടെ കാണുകയാണെങ്കിൽ എന്താണ് ചൊവ്വാദോഷമെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്.
അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിലോ വ്യക്തിബന്ധത്തിലോ പരിചയത്തിലോ ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവരുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് അതിലെ ചൊവ്വാഗ്രഹത്തിന്റെ സ്ഥിതി മനസ്സിലാക്കുകയും ഇവർക്ക് ഉത്തമമായ തൊഴിൽ മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തി അത് പരിശീലിപ്പിക്കുകയോ അല്ലെ കായിക അഭ്യാസ സ്പോർട്സ് ഗെയിംസ് രംഗങ്ങളിലേക്ക് പരിശീലിപ്പിക്കുകയോ അതിനായി പരിശീലനത്തിന് ഇവരെ അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരിൽ ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ. അത് അപ്രകാരം ഭവിക്കട്ടെ. നന്ദി.